നമസ്കാരം. പാകിസ്ഥാനിലെ കിരീടം വെക്കാത്ത രാജാവായി അസീം മുനീർ. പാക് സൈനിക മേധാവി അസീം മുനീറിന്റെ ഉയർച്ചയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലങ്ങളിൽ ഏറ്റവും ചർച്ചയാകുന്നത്. ട്രംപിന്റെ പ്രിയപ്പെട്ട ഫീൽഡ് മാർഷൽ എന്നറിയപ്പെടുന്ന മുനീറിന്റെ അധികാരം ഇനി മുതൽ എല്ലാ സായുധ സേനകളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ പ്രോസിക്യൂഷനിൽ നിന്ന് പോലും ഇയാൾക്ക് ആജീവനാന്ത പരിരക്ഷയും ലഭിക്കും. 1973 എഴുതപ്പെട്ടത് മുതൽ പാകിസ്ഥാൻ ഭരണഘടനയ്ക്ക് നിരവധി തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഭരിച്ചിരുന്ന സൈനിക മേധാവികൾ പലപ്പോഴും തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇതിൽ നിരവധി ഭേദഗതികൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 15 വർഷമായി പുറമെയെങ്കിലും പാകിസ്ഥാൻ ഒരു ജനാധിപത്യ സർക്കാർ ആണെന്ന ധാരണ ലോകത്തിന് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ പാർലമെന്റിൽ അസീം മുനീറിന് സർവ്വ അധികാരങ്ങളും നൽകുന്ന 27ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കിയതോടെ രാജ്യം വീണ്ടും സൈന്യത്തിന്റെ ആധിപത്യത്തിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. സർക്കാരിന്റെ വിമർശകരും ഭരണഘടനാ വിദഗ്ധരുമെല്ലാം ഇതിനെ പാകിസ്ഥാന് മേൽ സൈനികാധിപത്യം ശാശ്വതമായി ഉറപ്പിക്കുന്ന ഭരണഘടന അട്ടിമറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു ഭരണഘടനയില്ല, ജുഡീഷ്യറിയില്ല, സാമൂഹിക കരാറില്ല. ഭേദഗതി രാജ്യത്തിനെതിരായ മാപ്പർഹിക്കാത്ത കുറ്റകൃത്യമാണെന്നാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ അധ്യക്ഷൻ മഹമ്മൂദ് ഖാൻ അജക്സായി പറഞ്ഞത്. അസീം മുനീർ എന്ന മനുഷ്യനെ എല്ലാത്തിനുമുപരി രാജാവാക്കിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 27ാം ഭേദഗതിയുടെ ഗുണഭോക്താവ് ഒരാൾ മാത്രമാണെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നു. പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ ജനറൽ അസീം മുനീർ ഇതിനകം തന്നെ രാജ്യത്തെ ഏറ്റവും ശക്തനായ വ്യക്തിയായിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ അദ്ദേഹം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ ജനറൽമാരിൽ ഒരാളായി മാറാൻ പോകുന്നുവെന്നും മുൻ സൈനിക സ്വേച്ഛാധിപതികൾക്ക് സമാനമായ പദവികൾ അദ്ദേഹത്തിനുണ്ട്. മുനീർ സൈന്യത്തിന്റെ മാത്രമല്ല നാവികസേനയുടെയും വ്യോമസേനയുടെയും മേൽനോട്ടം വഹിക്കും. അദ്ദേഹത്തിന്റെ 5 വർഷത്തെ കാലാവധി വീണ്ടും ആരംഭിക്കും. ഇത് വീണ്ടും തടയാനുള്ള സാധ്യതയുണ്ട്. ഇത് കുറഞ്ഞത് ഒരു ദശാബ്ദക്കാലത്തേക്ക് അഭൂതപൂർവമായ ഒരു കാലാവധിയാണെന്നും അദ്ദേഹം തന്റെ സ്ഥാനത്ത് തുടരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ക്രിമിനൽ പ്രോസിക്യൂഷനിൽ നിന്നും അദ്ദേഹത്തിന് ആജീവനാന്ത പ്രതിരോധ ശേഷിയും ലഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഇതിനകം പ്രതിസന്ധിയിലായ ജുഡീഷ്യറിക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് ഈ ഭേദഗതിയെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. സുപ്രീം കോടതിക്ക് പകരമായി സർക്കാർ ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്ന പുതിയ ഭരണഘടനാ ഭേദഗതി നിലവിൽ വരും. എക്സിക്യൂട്ടീവിലും സൈനിക അധികാരത്തിലും അവശേഷിക്കുന്ന ഏക നിയന്ത്രണം തകർക്കപ്പെട്ടുവെന്ന് അവകാശപ്പെട്ട് നിരവധി മുതിർന്ന ജഡ്ജിമാർ പ്രതിഷേധ സൂചകമായി രാജിവെക്കുകയും ചെയ്തിരുന്നു. കൂടാതെ അസീം മുനീർ സൈനിക മേധാവി ആയിരിക്കെ ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ ഇറങ്ങി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയേറ്റതും വലിയ നാണക്കേടായി മാറിയിരുന്നു. എന്നാൽ സർക്കാർ ചെയ്തത് അസീം മുനീറിന് സ്ഥാനക്കയറ്റം നൽകുകയാണ്. അതിനിടെ അമേരിക്കയുമായി മുനീർ മികച്ച ബന്ധം സ്ഥാപിക്കുകയും ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തു. മുനീറിന് വൈറ്റ് ഹൌസിൽ ഒരു രാഷ്ട്രത്തലവന് ലഭിക്കുന്ന വരവേൽപ്പ് കൂടി ലഭിച്ചതോടെ അയാൾ അതിശക്തനായി മാറുകയായിരുന്നു. ഏതായാലും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ ലണ്ടനിലാണുള്ളത്. അസീം മുനീറിന്റെ പുതിയ പദവിയുടെ ഉത്തരവിൽ ഒപ്പിടാൻ മടിച്ചാണ് ഷെരീഫ് നാട് വിട്ടതെന്നും പറയപ്പെടുന്നുണ്ട്.